നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഇടതുകോട്ടയായ നാട്ടിക മണ്ഡലത്തെ ഞെട്ടിച്ച സിറ്റിംഗ് എംഎൽഎ സി സി മുകുന്ദന്റെ എതിർശബ്ദം. മുൻ എംഎൽഎ ഗീതാഗോപിയെ മൂന്നാമതും നാട്ടികയിൽ മത്സരിപ്പിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന സി സി മുകുന്ദൻ എംഎൽഎയുടെ മുന്നറിയിപ്പ്. തൃശൂരിനൊപ്പം നാട്ടികയിലും സിപിഐയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉയർന്നതിനു പിന്നാലെയാണ് സിറ്റിംഗ് എംഎൽഎ സി സി മുകുന്ദൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മൂന്നാം തവണയും മത്സരിക്കാനിറങ്ങുന്ന ഗീതാഗോപിക്കെതിരെ കടുത്ത വിമർശനമാണ് സി സി മുകുന്ദൻ എംഎൽഎ ഉയർത്തിയിട്ടുള്ളത്. പേയ്മെന്റ് സീറ്റാണ് ഗീതാഗോപി നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നാട്ടികയിൽ 2 തവണ മത്സരിച്ചു ജയിച്ച ഗീതാഗോപി എംഎൽഎയെ കഴിഞ്ഞ തവണയാണ് 2 ടേം പറഞ്ഞ് മാറ്റി നിർത്തിയത്. ആ സ്ഥാനത്ത് സി സി മുകുന്ദൻ മത്സരിച്ച എംഎൽഎ ആവുകയും ചെയ്തു. കടുത്ത വിഭാഗീയത ഉയർന്നു കേൾക്കുന്ന തൃശൂരിലെ സിപിഐക്കുള്ളിൽ സി സി മുകുന്ദൻ എതിർശബ്ദം ഉയർത്തി വരികയായിരുന്നു. പാർട്ടിക്കായി പണം പിരിച്ചു നൽകാൻ തനിക്ക് കഴിവില്ലെന്ന് എംഎൽഎ തുറന്നടിച്ചു പറഞ്ഞു. വലിയ മുതലാളിമാർ നാട്ടിക മണ്ഡലത്തിലുണ്ടെങ്കിലും അവരോടെല്ലാം പാർട്ടിയെ സഹായിക്കണമെന്ന് മാത്രമാണ് താൻ പറയാറുള്ളത്. എന്നാൽ ഗീതാഗോപി പണം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ കഴിവുള്ളതായും അത്തരം സ്ഥിതി അപകടകരമാണെന്നും സി സി മുകുന്ദൻ എംഎൽഎ പറഞ്ഞു. ഇത് അവസരം ഉണ്ടാവുമെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് സീറ്റ് എന്നൊന്നല്ലേ തോന്നാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടാം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ പരിശോധിച്ച് പലപ്പോഴും എന്നോട് സാമ്പത്തികമായി പാർട്ടി പറയാറുണ്ട് പിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഞാൻ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഇതുവരെ അവരത് പോയിട്ടിൽ ഇടപെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടിയെ സഹായിക്കണം എന്ന് മാത്രമാണ് പറയാറ്. പക്ഷേ അതിൻ്റെ വ്യത്യസ്തമായ നിലപാടുകളാണ് പിന്നെ വന്നത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ സാമ്പത്തികമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഇവരാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അവരെ ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രം ഞാൻ പരിശോധിച്ചു. അവരെ ഉണ്ടായതിന് തൊട്ട് ഇപ്പം നിങ്ങൾ അവരുടെ വസ്തു കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആ അപകടസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ വേറെ എത്ര സ്ഥാനാർത്ഥികളുണ്ടായി എല്ലാ ഘടകത്തിലും 2 മണ്ഡലം കമ്മിറ്റി ഘടകത്തിലും ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥികൾ 7, 8, 9 സ്ഥാനാർത്ഥിയുടെ പേരാണ് വന്നത്. അവരൊന്നും അംഗീകരിക്കാതെ ഈ പറയുന്ന കക്ഷി എടുത്തപ്പോൾ ഇതിലെന്തോ സാമ്പത്തിക ഭദ്രത ഉറപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പാർട്ടി അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോയാൽ നമ്മൾ പൊതുവെ ജനങ്ങൾ അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും അതൊക്കെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ. അത് ക്രമേണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പ്രതികരിക്കുന്ന ഇതിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറാണ്. എന്നോട് വിളിച്ച് വന്നവർ എൻ്റെ പലരും ഇന്ന പോലെ വരേണ്ടായി എൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാം വിളിച്ചു കൂട്ടുക. നമുക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് എൻ്റെതായ കാര്യങ്ങൾ പച്ചയായി പറയാൻ സ്റ്റേറ്റ് മുഴുവൻ അറിയാതെ ഞാൻ പറയും. ആകപ്പെടുന്ന എൻ്റെ അടുത്ത് വന്നു സ്വതന്ത്രനാവണം, സ്വതന്ത്രമായിട്ട് മത്സരിക്കണം, ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താ അവരൊക്കെ പറയാൻ പറ്റില്ല. ഓരോ പാർട്ടിയുടെ കാര്യം സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ അടുത്ത് വന്നു നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ എല്ലാ 100% സപ്പോർട്ട് തരാമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തന്നെ പിന്നിൽ നിന്ന് കുത്തിയ ശിഷ്യന്മാരെ കുറിച്ച് താൻ വിളിച്ചു പറയും. തന്നെ സ്നേഹിക്കുന്ന ഏത് പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനം 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരുമെന്നും എംഎൽഎ പറഞ്ഞു. അതേസമയം എംഎൽഎയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ UDF ഉൾപ്പെടെയുള്ള മുന്നണികൾ നടത്തുന്നതായും സൂചനയുണ്ട്.